നടക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ കേരളം പ്രധാനമായും ചർച്ച ചെയ്തത് മുന്നണികളുമായി ബന്ധപ്പെട്ട സഖ്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. അതിൽ യു ഡി എഫിന് പിന്തുണ നൽകിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷവും യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചർച്ചയായി തുടരുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള യു ഡി എഫ് ബന്ധം കേരളത്തിന്റെ ഭാവിയിലും ദുരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഇന്നലെയും ഇതേ അഭിപ്രായം ഗോവിന്ദൻ പങ്കുവച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല എന്നും 7.5 പതിറ്റാണ്ടായി പ്രസ്ഥാനത്തിന്റെ ഭരണഘടനയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കേരള അമീർ P. മുജീബ് റഹ്മാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കുറച്ചു കാലങ്ങളായി ഗോവിന്ദൻ മാഷിന്റെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ സുരേന്ദ്രന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെയും സ്റ്റേറ്റ്മെന്റ് സമാനമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് CPM ഉയർത്തുന്ന നരേറ്റീവുകൾ എന്തുകൊണ്ട് സംഘപരിവാറിന് സുഗമമായി ഏറ്റെടുക്കാൻ കഴിയുന്നുവെന്ന് CPIM ഗൗരവത്തോടു കൂടി ആലോചിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം ഹൈ സ്പീച്ചിനെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിൻ്റെ കൂടി റിസൾട്ടാണ് നിലമ്പൂരിൽ സംഭവിച്ചത്. ഇതായിരുന്നു മുജീബ് റഹ്മാന്റെ പ്രതികരണം. അതേസമയം സുന്നി സമൂഹം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്പ് അനുഭവിച്ചവരാണ് എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചിരുന്നു. രാഷ്ട്രീയ കക്ഷികളൊക്കെ അവരോട് വോട്ട് ചോദിക്കാൻ പോയിരുന്നു എന്നായിരിക്കും അതിന്റെ അർത്ഥം. അവരെന്താ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കേതായാലും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതം ആവശ്യമില്ല ഒരിക്കലും. ഇതോടെ വ്യക്തമാകുന്നത് ജമാഅത്തെ ഇസ്ലാമി വിവാദം അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണും MS അനീഷ് കുമാറുമാണ് ചേരുന്നത്. ആദ്യം അരുണിലേക്ക്. അരുൺ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് UDFന്റെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധമാണ്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള ലേഖനത്തിലടക്കം പറയുന്നത് UDF വിജയിച്ചത് മതതീവ്ര ശക്തികളുമായി കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നാണ്. അത് കൃത്യമായും ജമാഅത്തെ ഇസ്ലാമിയാണ് ലക്ഷ്യം വെക്കുന്നത്. അത് വലിയ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഫലവും ഉണ്ടാക്കുമെന്നുകൂടി ഈ ലേഖനത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ വിഷയത്തെ വീണ്ടും സജീവമായി നിലനിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി CPIMനുണ്ട് എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ CPIM വ്യക്തമാക്കിയിരുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കോൺഗ്രസിന്റെ UDFന്റെ കൂട്ടുകെട്ട് കേരളം നിലമ്പൂർ ലക്ഷ്യമിട്ടുള്ളതല്ല. അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു കൂട്ടുകെട്ടായി UDF മുന്നോട്ട് പോകുന്ന വിലയിരുത്തൽ CPIM നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ നടത്തിയതാണ്. അതിന് കാരണമായി അവർ പറയുന്നത് പലയിടങ്ങളിലും അത് ഒരുപക്ഷെ UDFന്റെ വോട്ട് കൊണ്ട് ജയിക്കാൻ കഴിയാത്ത പലയിടങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് വിഹിതമുണ്ട്. അവിടെ ഒരുപക്ഷെ അത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുമല്ല, പക്ഷേ അവരുടെ വോട്ട് വിജയത്തിന് നിർണായക ഘടകമായി മാറ്റാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കാൻ കഴിയുന്ന വോട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പല മണ്ഡലങ്ങളും പ്രത്യേകിച്ച് മലബാറിലെ പല മണ്ഡലങ്ങളിലുമുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയെ UDFന്റെ അസോസിയേറ്റ് അംഗമാക്കാൻ ശ്രമിക്കുന്നു. ഇതായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം CPIM നേതൃത്വം ഉന്നയിച്ചത്. അതവർ തുടർ നീക്കങ്ങൾ നിലമ്പൂരിന് അപ്പുറത്തേക്കും അതിനൊരു കൂട്ടുകെട്ട് ഉണ്ടാകുമെന്ന് അവർ കരുതുന്നു. അസോസിയേറ്റ് അംഗത്വമെന്ന CPIMന്റെ ആരോപണമൊക്കെ ആ ഘട്ടത്തിൽ തന്നെ UDF നേതൃത്വം കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. അത്തരം ഒരു ചർച്ചയും നടക്കുന്നില്ല എന്നവർ പറഞ്ഞതാണ്. പക്ഷേ CPIM കണക്കൂട്ടുന്നത് അങ്ങനെ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പലയിടങ്ങളിലും നിർണായക ശക്തിയായി ഭരണം പിടിക്കാൻ നിർണായക ശക്തിയായി ജമാഅത്തെ ഇസ്ലാമിയിലെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി മാറും. അത് ലക്ഷ്യമിട്ടുള്ള ഒരു ഐക്യമാണ്. ഏത് വിധേനയും ഇടതുമുന്നണിയെ ഭരണത്തിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് UDF ഇത്തരം നീക്കം നടത്തുന്നതെന്ന് CPIM വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് അവർ അതിനെ കടന്നാക്രമിച്ച് ആ ഘട്ടത്തിൽ രംഗത്ത് വന്നത്. തുടർന്നും അത്തരം പ്രചരണങ്ങൾ CPIM നടത്തും. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ M. സ്വരാജിനെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി രംഗത്തിനേറ്റ കനത്ത പരാജയം പോലും വർഗീയ കൂട്ടുകെട്ട് ഫലമാണ്. അവിടെ ഇടതുമുന്നണി സർക്കാരിന് എതിരായ ഭരണവിരുദ്ധ വികാരമല്ല തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്, മറിച്ച് വർഗീയ ശക്തികളുമായുള്ള UDFന്റെ കൂട്ടുകെട്ടാണ് ഇടതുമുന്നണിക്ക് ഇത്ര കനത്ത ഒരു പരാജയമുണ്ടാക്കിയെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രധാന വിലയിരുത്തൽ. അതുതന്നെയാണ് ഇന്നലത്തെ ഈ സെക്രട്ടറി ശേഷമുള്ള ലേഖനത്തിൽ MV ഗോവിന്ദൻ എഴുതിയതും. അത്
ഭരണവിരുദ്ധ വികാരമൊക്കെ ഉള്ളത് തെളിവില്ല. അൻവറിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ CPM പരാജയപ്പെട്ടു, അത് ശരിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിജയത്തിലേക്ക് നയിച്ചത് എല്ലാത്തരം വർഗീയ ശക്തികളുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ കൂട്ടുകെട്ട് തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടുകെട്ടാണ്. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്നാണ് CPM പറയുന്നത്. മാത്രമല്ല മുസ്ലിം ലീഗ് ആ ഘട്ടത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഈ ഒരു കൂട്ടുകെട്ടിനെ എതിർക്കാതിരുന്നതിന് കാരണമായി CPM കാണുന്നത് അത് കോൺഗ്രസിന് എന്ന പോലെ പ്രതിപക്ഷ VD സതീശൻ എന്ന പോലെ മുസ്ലിം ലീഗിനും ജീവൻ മരണ പോരാട്ടമായിരുന്നു. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വലിയ മുൻതൂക്കമുള്ള മലപ്പുറം ജില്ലയിൽ അവിടുത്തെ നിലമ്പൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തോറ്റാൽ അത് നാണക്കേടായി മാറുക UDF-ൽ മൊത്തത്തിൽ മാത്രമല്ല അത് മുസ്ലിം ലീഗിന് കൂടിയാണ്. അതുകൊണ്ട് ആ വിജയം ഉറപ്പാക്കാൻ അവർ തീവ്ര ശ്രമം നടത്തി. അതുകൊണ്ടാണ് അവിടെ ഈ ഒരു ഐക്യം UDF-ൽ ഉണ്ടായത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു സംഘടനയെ ദീർഘനാൾ മുന്നണിയുടെ ഭാഗമാക്കാൻ, അവരുമായി ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ മുസ്ലിം ലീഗ് അനുവദിക്കില്ല എന്നാണ് CPM കരുതുന്നത്. അതിനവരെ നിർബന്ധിതമാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് CPM നടത്തുന്നത്. നമുക്കറിയാം, ഈ നിലമ്പൂരിലെ പൊതുയോഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം തന്നെ ഉന്നയിച്ച ഒരു ആരോപണം, നേരത്തെ ഉണ്ടായ തങ്ങൾമാർ, പാണക്കാട് തങ്ങൾമാർ, ലീഗിന്റെ അധ്യക്ഷന്മാർ ഒരു ഘട്ടത്തിലും ഒരു പരിപാടിയിലും ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ചിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി അവരെ ക്ഷണിച്ച പരിപാടികളിൽ നിന്ന് പോലും, അത് മാധ്യമ ദിനപത്രത്തിന്റെയും അവരുടെ ചാനലിന്റെയും ഒക്കെ ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്ന് തങ്ങൾമാർ വിട്ടുനിന്നു. CH മുഹമ്മദ് കോയ, ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹവും ഒരു ഘട്ടത്തിലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടികളിൽ മുഖം കാണിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ആ കാലം ലീഗ് ഓർക്കണം. അവിടെ നിന്ന് എന്ത് മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വന്നത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം ഉന്നയിച്ചത്. തുടർന്നും CPM ചോദിക്കാൻ പോകുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ എതിരെ കൂടി സമ്മർദ്ദം ഉയർത്തുകയാണ്. ലീഗിലെ മതേതര ശക്തികൾ, മതേതര വിശ്വാസികളുടെ വോട്ട് കൂടി CPM ലക്ഷ്യമിടുന്നു. ആ വിഭാഗം, അതുപോലെ തന്നെ സമസ്തയിലെ ഒരു വലിയ വിഭാഗം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവർ, കാന്തപുരം ഇപ്പൊ തന്നെ നിലപാടിനെ എതിർത്ത് ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു കഴിഞ്ഞു. കോൺഗ്രസ് നേതാവ് മതേതര അല്ലെങ്കിൽ പറയുന്നത് പോലെയാണോ ലീഗിന്റെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ മതേതര മുഖമെന്ന ചോദ്യമാണ് കാന്തപുരം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരമൊരു ചർച്ച സജീവമായി തന്നെ വരും നാളുകളിലും വരും മാസങ്ങളിലും തിരഞ്ഞെടുപ്പ് വേളകളിലും CPM ഉയർത്തി നിർത്തും. ശരി അനീഷ്, വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇതിൽ ലീഗിന്റെ നിലപാട് എന്തായിരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം, അതായത് ഉപതെരഞ്ഞെടുപ്പ് സമയമാണ്. അവിടെ ആരുടെയും വോട്ടുകൾ നേടുക, എങ്ങനെയും ജയിക്കുക എന്നത് UDF-നും കോൺഗ്രസിനും ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പല ചോദ്യങ്ങളിൽ നിന്നും പലപ്പോഴായി നേതാക്കൾ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ അതിനു മുമ്പൊക്കെ UDF-നും കോൺഗ്രസിനും ഒക്കെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയേണ്ടതായി വരില്ലേ അനീഷ്? അഭിലാഷ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിൽ നടന്നത്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനൽ എന്ന് തന്നെ ഇരുപക്ഷവും സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് പല തരത്തിലുള്ള തന്ത്രങ്ങളും അനിവാര്യമാണ് എന്നാണ് VD സതീശൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. എന്തായാലും മുൻകാലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പല രാഷ്ട്രീയ പാർട്ടികൾക്കും പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണയ്ക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു മുന്നണികളും ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായം സ്വീകരിച്ചു അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ട് എന്ന് തുറന്നു പറയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ VD സതീശനടക്കമുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടെന്ന് പരസ്യമായി പറയുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി. തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ് നേതാക്കളിൽ പലരുടെയും പ്രതികരണങ്ങളിൽ നിന്നും ഈ വെൽഫെയർ പാർട്ടിയുടെ സഹായവും തെരഞ്ഞെടുപ്പ് വിജയിച്ച ഘടകങ്ങളിൽ ഒന്നാണ് എന്ന് പറയുമ്പോൾ അവർക്കൊരു സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് എന്നതാണ്. രണ്ട് പാർട്ടികളും വർഗീയ നിലപാടുകളുടെ പേരിൽ അകറ്റി നിർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അവരെ ഈ വെൽഫെയർ പാർട്ടിയെ ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നു. അത് വലിയ സ്വീകാര്യത പാർട്ടിക്ക് അണികൾക്കിടയിൽ ഉണ്ടാക്കുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അമീർ മുജീബ് റഹ്മാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തങ്ങളിങ്ങനെ ഒരു മതരാഷ്ട്രവാദ നിർമ്മാണം എന്ന ആവശ്യം ഒരു ഘട്ടത്തിലും മുന്നോട്ട് വെച്ചിട്ടില്ല. ഈ നബിവചനങ്ങൾ അനുസരിച്ച് മാത്രമാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഓരോ രാജ്യത്തും അതത് രാജ്യത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായ പ്രവർത്തനമാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ലോകവ്യാപകമായി ഒരു നയമുണ്ടെങ്കിലും ആ നയത്തിനപ്പുറം അതത് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് മതരാഷ്ട്രവാദം എന്ന ആവശ്യം തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നവർ പറയുമ്പോൾ മുൻ നിലപാടുകളിൽ നിന്നും സ്വീകാര്യത മുന്നിൽ കണ്ടുള്ള ഒരു പിന്നാക്കം പോക്കായി നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും. ലീഗിന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആശയപരമായി ഇവരുമായി ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നവരല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു സഖ്യമായിരുന്നു എന്നും ഒപ്പം കാന്തപുരം വിഭാഗവും ശക്തമായ വിയോജിപ്പ് ഇന്നലെ തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ മധുരം നുണഞ്ഞവരല്ല, കൈക്കുനീർ കുടിച്ചവരാണ് തങ്ങൾ സുന്നികൾ എന്നാണ് കാന്തപുരം
പറഞ്ഞത്. അവർ ഈ താൽക്കാലികമായി അവരുടെ നേതാവിനെ തള്ളി പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അവർ മുൻകാലങ്ങളിൽ പിന്തുടർന്നു വന്ന ആശയങ്ങളെയും അവർ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥങ്ങളെയും ഒക്കെ തള്ളി പറയാൻ തയ്യാറാവണം. അല്ലാതെ ഒരു ഒറ്റ ദിവസത്തെ വാക്കുമാറ്റം കൊണ്ട് ഒരു നിലപാടിന്റെ മാറ്റമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നും പറയുന്നു. സമസ്തയും അതിശക്തമായ എതിർപ്പാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതും സമസ്തയോടുള്ള മുൻ നിലപാടിൽ ഒരു മാറ്റവും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള മുൻ നിലപാടിൽ ഒരു മാറ്റവും സമസ്തയ്ക്കില്ല എന്നാണ്. അത് മാറ്റേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നതുമാണ്. എന്തായാലും വളരെ കൗതുകരമായ രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉയർന്നു വന്നിരിക്കുന്നു. ഇനി അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് തുടരാൻ തന്നെയാണ് UDF തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. കാരണം മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലബാർ മേഖലയിലെ പല പോക്കറ്റുകളിലായും വെൽഫെയർ പാർട്ടിക്ക് വോട്ടുകളുള്ള ചില കേന്ദ്രങ്ങളുണ്ട്. അത്തരം കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടിയാൽ പഞ്ചായത്ത് ഭരണം പലയിടത്തും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ UDF ഉണ്ട്. പ്രത്യേകിച്ചും ഈ MLA-മാരും MP-മാരും ഒന്നും ആവാൻ കഴിയാത്ത ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർക്ക് മത്സരിക്കാൻ കഴിയുന്ന ഏക തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അത്തരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു കൂട്ടുകെട്ടിലൂടെ പരമാവധി പഞ്ചായത്ത് അംഗങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് പിന്നീട് ഉണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വലിയ തോതിൽ സ്വാധീനിക്കും എന്ന് UDF കരുതുന്നു. എന്തായാലും ഞാൻ അനീഷിലേക്ക് വളരെ പെട്ടെന്ന് എത്താം. ഇപ്പോൾ മുതിർന്ന